ഈ വാർത്ത കേട്ട ആരും അത്ഭുതപ്പെടരുത്. ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചൊരു സംഭവത്തിൽ തെളിവ് നൽകാൻ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് മരിച്ചയാളുടെ പേരിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് നമ്മുടെ വീണാ മന്ത്രിയുടെ വകുപ്പ്. കത്രിക മറന്നു വെച്ച ഒരാളുടെ മരണത്തിന് അത് തന്നെ കാരണമാക്കിയ സംഭവത്തിൽ നിയമ പോരാട്ടം നടത്തുന്നതിനിടയിലാണ് ഇങ്ങനെ മരിച്ചയാളോട് കത്രികയെപ്പറ്റി പറയാൻ തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. എന്തൊരു നാണം കെട്ട വകുപ്പും അതിൻ്റെ മന്ത്രിയും എന്ന് ഓർക്കണം. അതായത് കേരളത്തിലെ ആരോഗ്യ വകുപ്പ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും കാർക്കിച്ച് തുപ്പുകയാണിപ്പോൾ. അതിനപ്പുറം ഈ ആരോഗ്യമന്ത്രി എന്ന് കേൾക്കുമ്പോൾ മുഖം പൊത്തിച്ചിരിക്കുകയാണ്. എന്നിട്ടും അവർ ഇതൊന്നും അറിയുന്നില്ല. ഇപ്പോഴും സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ്. ലോകത്തിലെ നമ്പർ 1 എന്നും പറഞ്ഞ് ഒറ്റ നടപ്പാണ്. പണ്ടത്തെ ആരോഗ്യമന്ത്രി ശൈലജയാണെങ്കിൽ ഇത്രയ്ക്കൊന്നും എത്തില്ല എങ്കിലും എല്ലാം ഒളിപ്പിച്ചു വെക്കാനും തള്ളിമറിക്കാനും നന്നായി അറിയുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി തള്ളിനും കുറവില്ല, അബദ്ധങ്ങൾക്കും കുറവില്ല, നുണയല്ലാതെ പറയുന്നുമില്ല. നാടിൻ്റെ ഒരു ശാപമായി മാറുകയാണ്. ഇനി 2 മാസം സഹിച്ചാൽ മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസം മാത്രമേ മലയാളികൾക്കുള്ളൂ. അവർ ഏതായാലും ഈ ജനങ്ങളുടെ ഇത്രയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചത് കൊണ്ടൊന്നും രാജിവെക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് 2 മാസം സഹിക്കാൻ കേരളം തയ്യാറായിരിക്കുന്നു. അടിയന്തരമായ ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കത്രികയും തുണിയും പഞ്ഞിക്കെട്ടുമെല്ലാം വയറ്റിൽ തന്നെ തുന്നിക്കെട്ടി വെക്കുന്ന ഈ രാജ്യത്തെ ഏക സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റിയിരിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മാത്രമല്ല, ആവശ്യമില്ലാതെ കൈമുറിച്ചു കളയുന്നു. കുട്ടികളുടെ അടക്കം ഹൃദ്രോഗവുമായി വന്ന രോഗിയെ കട്ടിലിൽ കിടത്തി ചികിത്സയ്ക്ക് പകരം ദേശാഭിമാനി പേപ്പർ കൊടുക്കുകയാണ് വായിക്കാൻ. ഇതെല്ലാം രോഗികൾക്കുണ്ടായിട്ടുള്ള ദുരിതമാണ്. ഇനി കൂട്ടിരിക്കുന്നവർക്ക് മരണം തന്നെയാണ് ശിക്ഷ. അതിടെ എവിടെ നിന്ന് കിട്ടുമെന്ന് പറയാനും കഴിയില്ല. കെട്ടിടം ഇടിഞ്ഞു വീണും മരിക്കാം, അല്ലെങ്കിൽ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയിട്ടും ആ മരണം വരാം. അത് അവരവരുടെ ഭാഗ്യം പോലെയിരിക്കും. ഇപ്പോഴിതാ ഇതിൽ നിന്നെല്ലാം വിചിത്രമായിട്ടാണ് ഓപ്പറേഷനും കഴിഞ്ഞ് കത്രിക വയറ്റിൽ തന്നെ തുന്നിക്കെട്ടിയതിനെ തുടർന്ന് മരണപ്പെട്ടയാൾക്ക് എത്രയും പെട്ടെന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഹാജരായില്ലെങ്കിൽ അവിടെ വന്ന് പിടിച്ചു കൊണ്ടുവരണമെന്നുള്ള ഉത്തരവും ഏതാനും നിമിഷങ്ങൾക്കകം മന്ത്രി പുറപ്പെടുവിക്കാനും സാധ്യതയുണ്ട്. അതായത് പാൻക്രിയാസ് അടക്കമുള്ള ആന്തരിക അവയവങ്ങളിൽ മുഴ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു തൃശ്ശൂരിലെ കൂർക്കഞ്ചേരി മാളിയേക്കൽ ജോസഫ് പോളിനെ 2020 തൃശ്ശൂരിലെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. 2 ശസ്ത്രക്രിയകളാണെന്ന് നടത്തിയത്. 2ാമത്തെ ശസ്ത്രക്രിയ കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞിട്ടും വയറിൽ അസ്വാഭാവിക വേദന അനുഭവപ്പെടുകയായിരുന്നു. പിന്നാലെ വീണ്ടും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെത്തി CT സ്കാനിങ്ങിന് വിധേയനാക്കി. വയറ്റിൽ പഴുപ്പുണ്ടെന്നും വീണ്ടും ഒരു ശസ്ത്രക്രിയ കൂടി നടത്തേണ്ടി വരുമെന്നായിരുന്നു അന്ന് ആശുപത്രിയിൽ നിന്നെല്ലാം ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ ഇതിൽ വളരെ സംശയം തോന്നി ആ കുടുംബത്തിന്. അതുകൊണ്ട് ജോസഫും കുടുംബവും ഒരു സ്വകാര്യ ലാബിലേക്ക് പോയി അവിടെ നിന്ന് എക്സ്റേ എടുത്തു. പിന്നാലെയാണ് വയറ്റിൽ കത്രിക കുടുങ്ങിയതായി കണ്ടെത്തിയത്. അതായത് ഇപ്പോൾ തള്ളിമറിക്കുന്ന വീണ ജോർജ് മാത്രമല്ല, അന്ന് തള്ളിമറിച്ചു കൊണ്ടിരുന്ന ശൈലജ ടീച്ചറുടെ കാലത്താണ് ഈ 2020 കത്രിക കുടുങ്ങിയത് എന്നോർക്കണം. അപ്പോൾ 2 തള്ളലമ്മമാരും ഒട്ടും കുറവല്ല എന്നുള്ളത് വ്യക്തമാകുക കൂടി ചെയ്യുന്നു ഇതിൽ. ഉടൻ സ്വകാര്യ ആശുപത്രിയിൽ എത്തി ശസ്ത്രക്രിയയിലൂടെ ആ കത്രിക പുറത്തെടുക്കുകയായിരുന്നു. ലോകത്തിലെ നമ്പർ 1 ആണ് കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞവർ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവർ തുന്നിക്കെട്ടി വെച്ച കത്രിക എടുത്തു കൊടുക്കുന്നത്. തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ സർജനായ ഡോക്ടർക്കെതിരെ ഈ കുടുംബം പരാതി നൽകി. ഇതിനിടെ 2025 ജനുവരിയിൽ ഈ ജോസഫ് പോൾ മരിക്കുകയും ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നടക്കം ഇവർക്ക് അനുകൂലമായ വിധിയുണ്ടായിട്ടും അർഹിച്ച നഷ്ടപരിഹാരം പോലും ജോസഫിൻ്റെ കുടുംബത്തിന് നൽകിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതിന് പിന്നാലെയാണ് ഇക്കഴിഞ്ഞ 17-ാം തീയതി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഒരു നോട്ടീസ് ജോസഫിന് ലഭിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജോസഫ് ഇല്ലാത്തത് കൊണ്ട് അവരുടെ ഭാര്യയ്ക്ക് ലഭിച്ചത്. സംഭവത്തിൽ ഈ മാസം 20-ാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അനക്സിൽ നേരിട്ട് ഹാജരായി തെളിവ് നൽകണമെന്നായിരുന്നു ജോസഫോട് പറഞ്ഞത്. ജോസഫ് മരിച്ച വിവരം അറിയാതെ അയച്ച കത്ത് ജോസഫിൻ്റെ പേരിൽ തന്നെയായിരുന്നു വന്നത്. ഇതോടുകൂടി ഭാര്യ ബിന്ദു മക്കളെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടാൻ നിൽക്കെയാണ് അടുത്ത കത്തും വന്നത്. അതാണ് അതിനേക്കാളും വലിയ ഒരു വിരോധാഭാസം. ഹിയറിംഗ് മാറ്റിവെച്ചതായി അറിയിച്ചുകൊണ്ടായിരുന്നു പുതിയ കത്ത് അതേ ജോസഫിന് വന്നത് ഭാഗ്യമായി.
അല്ലെങ്കിൽ മറിച്ചായതിന് വന്നില്ല എന്നും പറഞ്ഞ് മറ്റൊരു കേസെടുക്കുമായിരുന്നു ഈ കപ്പിത്താൻ്റെ പോലീസ് എന്നുള്ളതാണ് വിവരം. മരണ സർട്ടിഫിക്കറ്റ് സർക്കാരിൽ നിന്നും കുടുംബം വാങ്ങിയിട്ടും ഇപ്പോഴും മരിച്ചയാളുടെ രേഖകൾ ആരോഗ്യവകുപ്പിൽ എത്തിയിട്ടില്ല എന്നും അതറിയാനുള്ള സംവിധാനമില്ല എന്നും പറയുമ്പോൾ എന്ത് തേങ്ങാക്കുലയാണ് ഈ ആധുനിക കാലത്ത് ആരോഗ്യവകുപ്പിലെ സിസ്റ്റം എന്ന് മനസ്സിലാകുന്നില്ല. ഇത് സിസ്റ്റത്തിൻ്റെ കുറവല്ല, നല്ല രണ്ടടിയുടെ കുറവാണ്. അത് ശൈലജയായാലും ഇപ്പോഴത്തെ വീണ ജോർജ് ആയാലും രണ്ടും കണക്കാണ്. 2020 തുന്നിവെച്ച കത്രിക കൊണ്ട് ഒരാൾ മരണപ്പെട്ടിട്ട് 2025 അദ്ദേഹത്തെ ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവർക്ക് അടിയല്ലാതെ മറ്റു മരുന്നില്ല.